സർ, സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രോഗികൾ ചികിത്സയ്ക്കെത്തുന്ന ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. മലബാറിലെ 5 ജില്ലകളിൽ നിന്നും രോഗികൾ എത്തുന്നു. ഒരു വർഷം MCHലും IMCHലുമായി 15 ലക്ഷത്തിലധികം രോഗികളാണ് OPയിലെത്തുന്നത്. അതിൽ തന്നെ 1.5 ലക്ഷത്തോളം ആളുകളെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വർഷം 20,000-ലധികം സർജറികൾ നടത്തുന്നു. PMSSY ബ്ലോക്ക് നമുക്കറിയാം, സർജിക്കൽ ബ്ലോക്കാണ്. 18 തിയേറ്ററുകളുള്ള ബ്ലോക്കാണത്. അത് തുടങ്ങിയതോടുകൂടി വളരെയധികം തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. നിലവിൽ വരുന്ന രോഗികൾക്ക് അനുസൃതമായിട്ട് ജീവനക്കാരില്ല എന്നതാണ് ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം. PMSSY ബ്ലോക്കിൽ നിലവിലുള്ള ആവശ്യത്തിൻ്റെ പകുതി ജീവനക്കാർ മാത്രമേ ഉള്ളൂ. 60-ലധികം അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരുടെ തസ്തികയും 10ഓളം അസോസിയേറ്റ് പ്രൊഫസർമാരുടെ തസ്തികയും ഒഴിഞ്ഞു കിടക്കുന്നു. 100-ലധികം ഹോസ്പിറ്റൽ അറ്റൻഡർമാരുടെ കുറവുണ്ട്. ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുന്നതിന് HDS താൽക്കാലികമായി നിയമിക്കുകയാണ്. 1200-ലധികം ജീവനക്കാർ ഇത്തരത്തിലുണ്ട്. HDS വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും ശമ്പളം കൊടുക്കാൻ വേണ്ടി, അതായത് 3 കോടി റുപ്യ വരുമാനമുള്ള HDS നിന്ന് 2 കോടി 36 ലക്ഷം റുപ്യ പ്രതിമാസം ശമ്പളം കൊടുക്കാൻ വേണ്ടി മാത്രം വരുന്നുണ്ട്. HDS വരുമാനത്തിൻ്റെ കൂടുതൽ ഭാഗവും ക്രെഡിറ്റായിട്ട് പോവുകയാണ്. അതുകൊണ്ട് വലിയ വരുമാനം ലഭിക്കാത്തതുകൊണ്ട് വലിയ പ്രയാസമുണ്ട്. രോഗികളുടെ വർധനവിനനുസരിച്ച് മരുന്നുകളുടെ ഉപയോഗം വർദ്ധിക്കുന്നു. ഇത് മരുന്ന് കമ്പനികൾക്ക് കുടിശ്ശിക ആവാൻ ഇടവരുത്തുന്നു. പലരും വിതരണം നടത്തുന്നു. 90 കോടി റുപ്യാണ് അതിൽ മാത്രം നൽകാനുള്ളത്. മാസ്റ്റർ പ്ലാനിലധികം ഒട്ടേറെ പ്രവൃത്തികൾ നടക്കുന്നു. ഗവൺമെൻറ് വളരെയധികം ശ്രദ്ധിക്കുന്ന മെഡിക്കൽ കോളേജിൽ ഒന്നാണ്. പക്ഷേ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളാണ്. സൗജന്യ ചികിത്സ നടത്തേണ്ട രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഡയാലിസിസിന് വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. പ്രധാന ചികിത്സയ്ക്കായി തിരക്ക് മൂലം ദിവസങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടി വരുന്നു. അതേപോലെ അവിടെ 2 MRI ഉണ്ട്. ഒരു MRI കേടുവന്നിട്ട് ഏകദേശം 8 മാസമായി. അത് നന്നാക്കണമെങ്കിൽ 4.5 കോടി റുപ്യ വേണം. പുതിയത് വാങ്ങണമെങ്കിൽ 9 കോടി റുപ്യ വേണം. പെറ്റ് സ്കാൻ ഉണ്ട്. അതിൽ ഒരു വർഷത്തേക്ക് AMCക്ക് 63 ലക്ഷം റുപ്യ വേണം. ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നമാണ് അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇത് പരിഹരിക്കാൻ ധനകാര്യ വകുപ്പ് മന്ത്രിയോടാണ് എനിക്ക് ഈ കാര്യം സൂചിപ്പിക്കാനുള്ളത്. 200 കോടി റുപ്യെങ്കിലും ധനകാര്യമന്ത്രി ഒന്ന് കേൾക്കണം. അങ്ങ് ആരോഗ്യമന്ത്രിയോടാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല സാർ, പണം അനുവദിക്കണം. 200 കോടി റുപ്യെങ്കിലും അടിയന്തരമായിട്ട് അനുവദിച്ചില്ലെങ്കിൽ ആസ്പത്രിയുടെ പ്രവർത്തനം താറുമാറിലായപ്പോൾ ഏറ്റവും നല്ല നിലയിൽ നടക്കുന്ന ഒരു ആശുപത്രി, ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുള്ള, മറ്റെല്ലാ സൗകര്യങ്ങളുള്ള, അതുകൊണ്ട് അടിയന്തരമായിട്ട് ആ പൈസ അനുവദിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോടും ധനകാര്യമന്ത്രിയോടും ഞാൻ ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി സർ, ബഹുമാന്യനായ അംഗം പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് സൗജന്യ ചികിത്സ നൽകുന്ന മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവ്. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ സർ, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചു, 2021 അവിടെ ഒരു ആഴ്ചയിൽ ഡയാലിസിസ് തേടുന്ന രോഗികളുടെ എണ്ണം 8,000 ആയിരുന്നു സർ. ഇന്നത് 21,000 അതായത് 3 ഇരട്ടിക്കടുത്ത് വർധനവ് ഉണ്ടായിരിക്കുകയാണ്. അത് ഒരു വിഭാഗത്തിൽ മാത്രമല്ല സാർ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇതേപോലെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞതുപോലെ കൂടുതലായിട്ടും ക്രെഡിറ്റാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ പല സ്കീമുകളിലൂടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ താമസം എടുക്കുന്നുണ്ട്. പ്രാദേശികമായിട്ടുണ്ടായ മെഡിക്കൽ കോളേജിലുണ്ടായ ഒരു വിഷയം പരിഹരിക്കുന്നതിന് സർക്കാർ ഇടപെട്ടുകൊണ്ട് സർക്കാർ തന്നെ അവിടെ നേരിട്ട് ക്രമീകരണങ്ങൾ ചെയ്ത് മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്നത് നമ്മുടെ നോർമൽ സപ്ലൈയിലൂടെ ഉള്ളതല്ല സർ. അത് ലോക്കൽ പർച്ചേസിലൂടെ മെഡിക്കൽ കോളേജ് വാങ്ങിക്കുന്ന മെഡിസിൻസ് ആയിരുന്നു സർ. ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം സർ, നമ്മളിപ്പോൾ PMSSYയിൽ കോടിക്കണക്കിന് രൂപയുടെ വലിയ ബഹുനില കെട്ടിടം അവിടെ ഉദ്ഘാടനം ചെയ്തു. 18 തിയേറ്ററാണ് സാർ. അവിടെ ട്രാൻസ്പ്ലാന്റിന് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി അവിടെ തസ്തികകൾ അനുവദിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ മുന്നിലുള്ള കാര്യമാണ്. അവിടെ പുതിയ തസ്തികകൾ, പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് സാർ. അപ്പോൾ ഒരു കാലത്ത് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന ആശുപത്രിയായിരുന്നു അവിടുത്തെ കുട്ടികളുടെ ആശുപത്രി സാർ. അവിടെ പുതിയ ഡിപ്പാർട്ട്മെൻറ്റ്സ്, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, എൻഡോക്രൈനോളജി, ഇൻ്റർവെൻഷണൽ റേഡിയോളജി, റുമറ്റോളജി, നിയോനെറ്റോളജി, അത് വളരെ പ്രധാനപ്പെട്ടാണ് സാർ. നിയോനെറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു. സർജിക്കൽ ഗാസ്ട്രോളജി, കാർഡിയോ വാസ്കുലർ ആൻഡ് തൊറാസിക് സർജറി, എമർജൻസി മെഡിസിൻ എന്നീ വിഭാഗങ്ങൾക്ക് 9 തസ്തികകൾ 2023 പുതുതായിട്ട് അവിടെ സൃഷ്ടിച്ചു സാർ. ഇതുകൂടാതെ ലാബ് അസിസ്റ്റൻറ്റ് ഡയാലിസിസ് 4 തസ്തികകൾ പുതുതായി സൃഷ്ടിച്ച് അനുവദിച്ചിട്ടുണ്ട്.
ഇതോടൊപ്പം തന്നെ സാർ ഈ പുതിയ ബ്ലോക്കിലേക്ക് ആവശ്യമായിട്ടുള്ള, കാരണം ക്ലീനിങ് ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ടതാണ്, മെയിൻ്റനൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത്രയും ഇപ്പോൾ 100ഓളം ഈ അടുത്തിടത്ത് മാത്രം 90ഓളം ജീവനക്കാരെ അവിടെ നിയമിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതൊക്കെ നമ്മൾ HDSൽ നിന്ന് പണം കണ്ടെത്തി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ സർക്കാർ ഇതിനെ കാണുന്നത് ആവശ്യമായിട്ടുള്ള ഇനിയും തസ്തികകൾ അവിടെ സൃഷ്ടിക്കണം എന്നുള്ളത് തന്നെയാണ് സാർ. അതോടൊപ്പം 47 അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ തസ്തികയിൽ ഒഴിവുണ്ട് സാർ. അത് കാണേണ്ടത്, അതിൽ 2 വിഭാഗങ്ങളിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. ഒബ്സ്ട്രക്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജിയിൽ അതാണ് ഏറ്റവും കൂടുതൽ അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഒഴിവുള്ളത്. അത് PSC റാങ്ക് ലിസ്റ്റ് ഉണ്ട്, പക്ഷേ കേസ് നിലനിൽക്കുകയാണ്. ഓർത്തോപീഡിക്സിലും കേസ് നിലനിൽക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ, അവിടെ നിയമിക്കാൻ സാധിക്കാതെ വരുന്നുണ്ട് സാർ. പക്ഷേ അഡ്ഹോക്കായിട്ട് അവിടെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ DMEക്ക് നിർദ്ദേശം നൽകി. DMEയുടെ സർക്കുലർ എല്ലാ മെഡിക്കൽ കോളേജുകളിലും നൽകിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, എവിടെയൊക്കെ ഒഴിവുകളുണ്ടോ അവിടെ അഡ്ഹോക്കായിട്ട് ആളെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ നമുക്ക് ഈ സൗജന്യ ചികിത്സയ്ക്ക് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനം കേരളമാണ്. 1600 കോടി രൂപ ഒരു വർഷം ചെലവഴിക്കുന്നു. പക്ഷേ കേന്ദ്രത്തിൻ്റെ വിഹിതമായി നമുക്ക് ലഭിക്കുന്നത് 138 കോടി രൂപയാണ് സാർ. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഫണ്ട് റിലീസിങ്ങിൽ പ്രയോറിറ്റി കൊടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് നൽകണം എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ നിലയിൽ തന്നെ ഇപ്പോൾ ഞാൻ ഇന്നത്തെ കണക്ക് ഓർക്കുന്നില്ല, പക്ഷേ ഒരു 3 ആഴ്ച മുൻപ് ഈ വർഷം മാത്രം 2025 മാത്രം 20 കോടി രൂപ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് കൊടുത്തിരുന്നു. അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കുന്നതിന് ശ്രമിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അംഗം അതിൽ നല്ല നിലയിൽ ഇടപെട്ട് സർക്കാർ അത് പ്രഥമ പരിഗണനയോടെ തന്നെ കണ്ട് അക്കാര്യങ്ങളിൽ ഇടപെടുന്നതാണ് സാർ. MRIയുടെ കാര്യം പറഞ്ഞു സാർ. MRI 3 MRI ഇപ്പോൾ അവിടെ ഉണ്ട് സാർ. PMSSY ബ്ലോക്കിൽ ഒരു MRI ഉണ്ട്, KHRWSൻ്റെ ഒരു MRI ഉണ്ട്, HLLൻ്റെ ഒരു MRI ഉണ്ട്. കേരളത്തിൽ മറ്റൊരു ക്യാമ്പസിലും 3 MRI ഇല്ല. ഈ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഒരു MRI വാങ്ങിക്കുന്നതിന് വേണ്ടി HDS വഴി വാങ്ങിക്കുന്നതിന് അനുവാദം കൊടുത്തിരുന്നു. ഈ പറഞ്ഞതുപോലെ വരുമാനത്തെക്കാൾ ചിലവുള്ള ഒരു മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് അതിൻ്റെ പ്രൊക്യൂർമെൻറ്റ് കുറച്ച് താമസിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ 3 MRI അവിടെ ഉണ്ട് സാർ. അതെ, അത് നമ്മളവിടെ എത്തിച്ച്, അതെ, അത് ഇത് കാരണം കൊണ്ടാണ്. അതായത് സർക്കാരിൻ്റെ വിവിധ സ്കീമുകളിൽ നമ്മുടെ നോർമൽ പവർ സപ്ലൈ മരുന്ന് സപ്ലൈയിലൂടെ വരുന്ന മരുന്നുകളല്ല, അത് ലോക്കൽ ആയിട്ട് അവർ പ്രൊക്വയർ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുൻപ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ സർക്കാർ ഇടപെട്ടുകൊണ്ട് ആശുപത്രി മരുന്ന് കമ്പനികളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നതിന് പകരം കാരുണ്യ വഴി തന്നെ സർക്കാർ അവിടെ മരുന്നുകൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, നമുക്ക് വലിയ വർധനവ്, 3 ഇരട്ടിയോളം വർധനവ് രോഗികളുടെ എണ്ണത്തിലുണ്ടായി. അതാണ് ഒരു കണക്ക് ഞാൻ പറഞ്ഞ 8000 എന്നുള്ളത് 21,000 പക്ഷേ അത് ഒരു പ്രശ്നമുണ്ടാകാതെ ഗവൺമെൻറ് തന്നെ അത് മോണിറ്റർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്.